നമസ്കാരം. കുറേ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഏകദേശം ഒരു ആഗസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൂടെയായിട്ടാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഈ സംഭവം വഷളായി ഇങ്ങോട്ട് വന്നു. ഒരു 3 വനിതകൾ, അതിനകത്ത് 2 വനിതയും ഒരു ട്രാൻസ്ജെൻഡറും ആരോപണം ഉന്നയിക്കുകയും അതിൽ വന്ന ആദ്യത്തെ വനിത ഒരു എന്താ പറയുക, ഒരു ഡിസ്ക്വാളിഫൈ എന്ന രീതിയിൽ പേര് പറയാതെ എന്തോ ഒരു സംഭവം എടുത്തിട്ടു. അത് കഴിഞ്ഞ് വന്ന് വേറെ വരുന്നത് ഹണി എന്ന് പറയുന്നത് അവർക്കല്ല അവരുടേതായ രീതിയിൽ വന്നത്. മൂന്നാമത് ഒരു അവന്തിക പേര് വന്നു. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം അവന്തികയുടെ ഒരു കേസ് ആണത് പൊളിച്ചു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ബാക്കി 2 എന്താ പറയുക. അതിനുശേഷം വന്ന ഒരു ഇതെന്താ, ആദ്യം ഉന്നയിച്ച ആ മഹതി അല്ലെങ്കിൽ ആ പെണ്ണ് ബീഡി സേവ നിൽക്കുന്ന കേക്ക് കെട്ടിൽ എന്തൊക്കെയോ അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു. രണ്ടാമത് വന്ന അങ്ങോട്ട് ഒരു വന്നു എങ്ങനെ പോയി, അതായത് നമ്മൾ പറയില്ലേ വയറ്റിൽ വളി വിട്ട അതുപോലെയാണ് വന്നു പോയി, അത്രേ ഉള്ളൂ. മൂന്നാമത്തും അത് തന്നെ, ആരോ പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ് പറഞ്ഞു. ഈ മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല, അവർ തിരിഞ്ഞും പറഞ്ഞു പറ്റി. അത് അവനേത് തിരിഞ്ഞും പറഞ്ഞു വെച്ചപ്പോൾ അവരുടെ ഗ്യാസ് അപ്പോഴേ പോയി. പക്ഷെ ഞാൻ പറയാൻ വന്ന വിഷയങ്ങൾ ഇതൊന്നുമല്ല. ഈ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരു സംഭവ വികാസങ്ങളാണ്. അദ്ദേഹം നേരിട്ട് തെറ്റ് ചെയ്തോ ഇല്ലോ എന്ന് ഈ പറഞ്ഞു വന്ന 3 ആരോപണങ്ങൾ മുതൽ പിന്നെ 4മത് ഒരു എന്താ ഓഡിയോ ക്ലിപ്പാണ്. അതിനെപ്പറ്റി ഇതുവരെ ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. പക്ഷെ ലൈവിൽ വന്ന 3 പേരുടെ ഏകദേശം തള്ളിപ്പോയി. പിന്നെ ആ കൂടി നിൽക്കുന്നത് ഒരു ഓഡിയോ ക്ലിപ്പാണ്. അത് കൊല്ലുമെന്ന് ബന്ധപ്പെട്ടു. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ കൊല്ലും എന്നുള്ളതല്ല അവിടെ പറഞ്ഞേക്കുന്നത്, ഒരു കാഷ്വൽ ടോക്കാണ്. അത് 2 പേര് പരസ്പരം സംബന്ധിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരനെ പറയുമല്ലോ, അല്ലെങ്കിൽ മറ്റുള്ള കമ്പനിക്കാർ പറയുമല്ലോ, എടാ നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി അന്നൊരു കാഷ്വൽ ടോക്കാണത്. അദ്ദേഹം കൊല്ലുമെന്നല്ല പറഞ്ഞത്, എന്നെ വേണമെങ്കിൽ ചെയ്യാം, എനിക്ക് ഒരു നിമിഷം മതി. അതായത് ഏത് വ്യക്തി ശരിയാണ്, അടിച്ച് പരിക്കേൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, മറിച്ച് ഒരാളെ കൊല്ലാൻ ഏതൊരു വ്യക്തിക്കും സുഖമാണ്. നല്ല പറ്റിയൊരു ആയതുകൊണ്ടോ പറ്റിയത് കയറ്റി ഞാൻ അദ്ദേഹം മരിച്ചു. പക്ഷെ ഒരാളെ അടിച്ച് നേരം പരിശാക്കണം എന്നുണ്ടെങ്കിൽ ഈ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പണിയുണ്ട് എന്ന രീതിയിലുള്ളൊരു കാഷ്വൽ ടോക്കാണത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ കാഷ്വൽ ടോക്കാണത്. എനിക്ക് ആ വീഡിയോയിൽ കൂടി മനസ്സിലായത്, അതായത് ആ ഓഡിയോ ക്ലിപ്പിൽ കൂടി എനിക്ക് മനസ്സിലായത്. വീഡിയോ ക്ലിപ്പല്ല, എനിക്ക് ഓഡിയോ ക്ലിപ്പ് മനസ്സിലായത്. ആ കാഷ്വൽ ടോക്കിനാണ് ഈ മാധ്യമങ്ങളെല്ലാം കയറിയിട്ട് അങ്ങോട്ട് കൊല്ലും ഭീഷണിപ്പെടുത്തി നിൽക്കുന്നത്. ഇന്നിവിടെ നടക്കുന്നത് എന്താണ്? ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വരെ CPM എന്നുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക് ഭയങ്കര പ്രതിരോധം. ഇന്ന് ആ പ്രതിരോധം നമ്മൾ കണ്ടില്ല. BJP ഭയങ്കര പ്രതിരോധമായിരുന്നു, ഇന്നും അത് കണ്ടില്ല. ഇന്ന് രാവിലെ എന്തോ പറയുന്നതായിട്ട് സസ്പെൻഡ് ചെയ്തു, അതില്ല അതും വലുതായിട്ട് പോയില്ല. ഇപ്പം ഇതിനെയൊക്കെ ഈ പൊതുജീവനം എന്നുള്ളൊരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം പൊതുവെ മണ്ടന്മാരാക്കിയ രാഷ്ട്രീയക്കാർ. ഞാൻ പല ചാനലുകളും പല ഓഡിയോയിലും വീഡിയോ കണ്ടപ്പോൾ രാഹുൽ ഒരു ചാനലാണെങ്കിൽ എന്താ പറയുക, രാഹുൽ അനുകൂലിക്കുന്ന ഒരുപാട് ബൈറ്റ്സുകൾ എടുത്തിട്ട്, പക്ഷേ ഒരു കൂട്ടരിങ്ങനെ രാഷ്ട്രീയ നിരീക്ഷകർ വേറെ രീതിയിൽ. ഇതിനൊക്കെ എൻ്റെ ഒരു നിഗമനം വെച്ച് പറയുമെങ്കിൽ ഇതെല്ലാം നമ്മളെപ്പോലെ പൊതുജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം. അതായത് ഇടതുപക്ഷമായിട്ടോ വലതുപക്ഷമായിട്ടോ BJP ആയിട്ടോ ഈ 3 മുന്നണികളും തമ്മിൽ പരസ്പരം ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് ബലിയാടാക്കുക, ബാക്കി ഇവരെല്ലാം അങ്ങോട്ട് ഷെയർ ചെയ്തെടുക്കാം. ഇതാണ് എനിക്ക് തോന്നിയത്.
ഇതിനെതിരെ പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റോ എന്തോ ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ നോക്കുമ്പോൾ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാധ്യമം നോക്കുക, പല കാര്യം നോക്കുമ്പോൾ നമുക്ക് ഭ്രാന്തായി പോകും ഒരു വ്യക്തിയെ പറ്റി പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ ലീഡിങ് ആയിട്ടുള്ള മാധ്യമങ്ങളോ നമ്മൾ പറയുന്നത് ഇതൊന്നും ഇതുവരെ ഒരു ക്ലാരിറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വേടൻ്റെ കേസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എന്താ ഉണ്ടായത്? ഇവിടെ ഏതോ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞ ഒരു ജഡ്ജ്മെൻ്റ് എന്താ 3.5-4 വർഷം മുമ്പുള്ള കേസാണ് ഇപ്പോൾ വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നേക്കുന്നത് ഈ MLA ആയതിനു ശേഷമുള്ളതല്ല. അതുപോലെ തന്നെ ഈ എന്താ പ്രസിഡൻറ്റ് എന്തോ വകേര അല്ല ഏത് ചെറുപ്പക്കാരനും ഉണ്ടാകുന്ന മാനസികമായിട്ടുണ്ടാകുന്ന ഒരു പ്രണയം. ആ പ്രണയം എല്ലാവർക്കും കോളേജ് പഠിച്ച എല്ലാവർക്കും അറിയാം. പല രീതിയിൽ പല പ്രണയങ്ങളും ഉണ്ടാവും. ചില പെണ്ണുങ്ങൾ അത് മുതലെടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനെ കൂടിക്കഴിഞ്ഞാൽ ഇതേ പ്രശസ്തിയിലോട്ട് വരുന്നതല്ലേ. നമ്മൾ എവിടെ പോയാലും എവിടെ ചവച്ചോട്ട് പോയാലും ശരി, ഒരു പെണ്ണൊരാണിൻ്റെ അടുത്ത് താല്പര്യം പ്രകടിപ്പിച്ചാൽ അറിയാലോ. ഒരിക്കലും ആണുങ്ങളെ അപ്രോച്ച് ചെയ്യുള്ളൂ, പക്ഷെ പെണ്ണുങ്ങളാണ് എപ്പോഴും വഴങ്ങി കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ പ്രശംസ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ആ പെണ്ണുങ്ങൾ വഴങ്ങി കൊടുക്കുന്നത്. എൻ്റെ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. അല്ലാതെ അവനെ സ്നേഹിച്ചിട്ടില്ല. അവനങ്ങനെ പ്രതാപത്തിൽ നിൽക്കുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഇന്ന ആളെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ലെവൽ അത് തന്നെ. അതെനിക്ക് തോന്നാൻ കാര്യം വേറൊന്നുമല്ല. അവന്തിക്ക് പറഞ്ഞ രീതിയിൽ പാസഞ്ചർ പറഞ്ഞ കാര്യം എന്താ, ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, അതാണ് ഇതാണിത്. ഞാൻ അറിഞ്ഞിടത്തോളം അവർ BJP ആയി ബന്ധപ്പെട്ടത് ഇതാണ്. അപ്പോൾ അവർക്കും പറഞ്ഞെടുക്കാം, രാഹുൽ മാങ്കൂട്ടോ എൻ്റെ ഫ്രണ്ടാണ് എന്നവർക്ക് വരുന്നതൊക്കെ. അങ്ങനെ ഓരോരോ പെണ്ണുങ്ങളാണ് ഇവിടുത്തെ ഈ ലോകത്തെ നശിപ്പിക്കുന്നത് തന്നെ. അവരവരുടെ ഫ്രണ്ട്ഷിപ്പ് ലെവൽ പറയുന്നത് എനിക്ക് ഇന്നാളെ പരിചയമുണ്ട്. ഒരു പെണ്ണൊരാണിൻ്റെ അടുത്തോട്ട് എല്ലാം തുറന്നുകൊണ്ടാണ് ചെന്നാട്ടില്ല. എല്ലാവർക്കും വിചാരം എല്ലാം ഉള്ളതാണ്. അല്ലാതെ ഒരാണ് പറഞ്ഞ പോലെ പെണ്ണ് പെട്ടെന്ന് വീഴുന്നില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയ ലെവലിൽ പരിശോധിച്ചാൽ കാണുന്ന കേസുകളെല്ലാം നോക്കിയാൽ തന്നെ നമുക്കറിയാവുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇതേ സമാനമായ കേസുകൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇത് പ്രശസ്തമല്ലാത്ത ആളുകളായിട്ട് ആണും പെണ്ണുമായിട്ട് വല്ലവരും അറിയുന്നുണ്ടോ? ചില ആത്മഹത്യകൾ നടക്കുന്നു. എന്താണെന്ന് വല്ലവരും അറിയുന്നുണ്ടോ? പ്രശസ്തമായൊരു വ്യക്തിയുടെ കൂടെ കൂടുമ്പോഴും പ്രശസ്തമാകാൻ വേണ്ടിയിട്ട് നടക്കുന്ന ചില പെൺപിള്ളേർ, ഞാൻ അങ്ങനെ പറഞ്ഞു, പല പെൺപിള്ളേർ അങ്ങനെ തന്നെ. അവർക്ക് പ്രസക്തി വേണം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് ഇന്ന ആളെ അറിയാം, എനിക്ക് നല്ല ബന്ധമുണ്ട്. ഉദാഹരണം ഞാൻ പറയാം, എനിക്കൊരു നല്ലൊരു ചാറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു പ്രണയമാണെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യും. അതൊന്നും ഇവിടെ തെറ്റൊന്നുമല്ല. ഇവിടെ ഒരാളെ ചാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ ചിലപ്പോൾ ഇവർ തമ്മിൽ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് പോകണമായിരിക്കും. ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടുത്ത് ഉണ്ടാവുന്ന, ഇപ്പോൾ എൻ്റെ സംബന്ധിച്ച് പറയുകയും എൻ്റെ ജീവിത രീതി ആയിക്കോട്ടെ, എൻ്റെ കൂട്ടുകാർ രീതി ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. പണ്ടത്തെ മാതിരിയിൽ ഇന്ന് ലേഡീസും ഫ്രണ്ട്സും ഒക്കെ മിക്സഡാണ് ഉണ്ടാവും. അതൊക്കെ സ്വാഭാവിക ചാറ്റുകളാണ്. അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരാളെ തകർക്കാൻ ഇത് നടപടികൾ കേസല്ല. എന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ചെയ്തിട്ടുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇതിനകത്ത് സംഭവിച്ചത് പറ്റി രാഹുൽ എല്ലാം മറച്ചു വെച്ചു, എല്ലാ പെണ്ണുങ്ങളും. ഇതെല്ലാവരും തമ്മിൽ അറിഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ പോലാൻ ഇവിടെ നടന്നത്, അല്ലാതെ വേറൊന്നുമല്ല. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു. ഓക്കെ.